അമേരിക്കയ്ക്ക് പലയിടത്ത് പോയി ബോംബിടാനും ജെറൂസലം പ്രസിഡന്റിനെ പിടിച്ചോട്ട് പോകാനൊക്കെ അവരെ കൊണ്ട് കഴിയും. അത് ചെയ്യാൻ ഇന്ത്യ മുതിരരുത്. കാരണം നമുക്ക് സമയമെടുക്കും. പലരും കയറി പല രീതിയിൽ നമ്മളെ കയറി മാന്തും. ആ മാന്തലിൻ്റെ ഭാഗമായിട്ട് ആ മുറിവൊന്ന് ഉണക്കാൻ വേണ്ടിയാണ് ബേസിക്കലി ഈ UAE പ്രസിഡന്റിനെ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ, ഒരു ചായ എങ്കിൽ ചായ, അത് കുടിച്ചിട്ട് പോവുക, ലോകത്തിനൊരു മെസ്സേജ് കൊടുക്കുക. ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ ഇന്ത്യക്കെതിരല്ല. കാരണം അങ്ങനെ ഒരു കോൺഫെഡറേഷൻ ലോകം മുഴുവനും ഉണ്ടാവുകയാണ്. അതായത് ഇസ്ലാമിക രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലും ഇന്ത്യക്കെതിരെ. ഉറപ്പായിട്ടും അത് ഇന്ത്യക്കാരെ ബാധിക്കും. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഏകദേശം 13,000 ഇന്ത്യക്കാരെയാണ് ആ സൗദി അറേബ്യ ദൂരെ കളഞ്ഞത്. അതേപോലെ മറ്റ് അറബ് രാജ്യങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുക, അടുത്ത് എന്ത് ചെയ്യണം. ഈ സ്ഥിതിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ 2ാമത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യമാണ് ഇന്ത്യ. അതേപോലെ പാകിസ്ഥാൻ അവർ വെപ്പണൈസ് ചെയ്യുവാണ്. എല്ലാ കാര്യത്തിലും പ്രശ്നങ്ങൾ അതിര് കടന്നു പോകുന്നു. ഇസ്ലാമിനെതിരെ, ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയല്ല ഇന്ത്യ. ഈ ഒരു മെസ്സേജ് കൊടുക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത്. 2 മണിക്കൂർ 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്. അതിനുവേണ്ടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എയർപോർട്ടിൽ പോയി ഇതൊക്കെ കാണിച്ചത്. കാറും ഫോട്ടോ എടുപ്പൊക്കെ ഈ കാറും ഫോട്ടോ എടുപ്പും മാത്രമേ നടക്കുന്നുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞാൻ അറിഞ്ഞിടത്തോളം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, UAEയും ഇസ്രായേലും അമേരിക്കയും ഇന്ത്യയും കൂടെ ചേർന്ന് UAE ഇന്ത്യയിൽ 100 ബില്യൻ്റെ അഗ്രികൾച്ചർ ഇൻവെസ്റ്റ്മെന്റ് അത് പദ്ധതി കിട്ടുന്നത് വലിയ സംഭവമായിരുന്നു. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, 100 ബില്യൺ. അതങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് ഈ സംഭവം കയറി വരുന്നത്. അതോടുകൂടി അതും ഫ്ലോപ്പായി. അൾട്ടിമേറ്റ്ലി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് ഇന്ത്യയെ എല്ലാ രീതിയിലും ബാധിച്ചു. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ വ്യക്തിഗതമായ ഒരു ഗ്ലാമർ ഇമേജ് മുഴുവനും താഴോട്ടങ്ങ് പോയി. അതിനെങ്ങനെങ്കിലും പഴയപടി ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. പോളണ്ടും അവരും ഒക്കെ നമ്മൾ തെറി വിളിക്കുകയാണ്. ആ സ്ഥിതിയിലോട്ട് മാറ്റിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇമ്മച്യൂരിറ്റി ആയിട്ടുള്ള നമ്മുടെ വിദേശ നയം അത് പൊളിച്ചെഴുതി. ഈ പറയുന്ന ജയശങ്കർ ആരാണ് ഉത്തരവാദിത്വം എനിക്കറിയത്തില്ല ഇതിൻ്റെ പ്രധാനപ്പെട്ടത്. പക്ഷെ പൊളിച്ചെഴുതേണ്ട സമയമായിരിക്കുന്നു. ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.